ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ വീഡിയോ ആണ്. അപ്പോൾ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ പെപ്പർ ചിക്കൻ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അധികം സംസാരിച്ച് ഞാൻ വീഡിയോ നീട്ടിപ്പിക്കാതെ നമുക്ക് നേരെ പെപ്പർ ചിക്കൻ വീഡിയോയിലോട്ട് പോവാം. പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. 1 കിലോ ചിക്കൻ ഞാൻ നന്നായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് മസാലാസ് ആഡ് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യും. പിന്നെ കുറച്ച് ഗരം മസാല. അപ്പം നമ്മൾ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ആ ഒരു മസാലാസൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ആയിട്ട് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഈ കംപ്ലീറ്റ് മസാലാസ് ചിക്കനിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ എങ്ങനെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കഷ്ണം ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞത്, അതുകൂടാതെ തന്നെ ഒരു 10 ഗാർലിക്കിൻ്റെ പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവോള. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ട് ഒരു 2 to 4 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്ത് വേണമെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് അധികം ഇട്ടാൽ നമുക്ക് നന്നായിട്ട് ടേസ്റ്റായിട്ട് വരും കറി. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് ജീരകം. ഇത് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല മണമായിരിക്കും. അതിനുശേഷം ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ഒനിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശകലം ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഉള്ളി കുറച്ചുകൂടെ പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മാക്സിമം ഒരു മീഡിയം ഫ്ലേവറിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഉള്ളി കരിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തു. അതിനുശേഷം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് അടുത്തതായിട്ട് കുരുമുളകാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മെയിൻ വിഭവമാണ് കുരുമുളക്. അപ്പോൾ കുരുമുളക് നന്നായിട്ട് പൊടിച്ച് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലാസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് 2 ടൊമാറ്റോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ വേണ്ടാത്ത ആൾക്കാർക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്താലും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ നന്നായിട്ട് വഴറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കറക്റ്റായിട്ട് അതൊരു ജെല്ലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടും നമ്മുടെ ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 1 ടീസ്പൂൺ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പെപ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ച പെപ്പർ ആയിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം.
അപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 7 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിയില ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും, കറിക്ക് നല്ല ടേസ്റ്റ് കൂടെ കിട്ടാറുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് സെർവ് ചെയ്യാറായിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആസ് യൂഷ്വൽ പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും പുതിയ വീഡിയോസായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.